Hi students, welcome to our next cost accounting class. Today we shall discuss about classification and codification of material. Classification and codification of material. Then first we have to understand the concept classification. Classification of material refers to arranging materials into different groups on some reasonable basis. When there are large number of materials in stores, it is essential to have proper classification. So materials are classified into various groups on the basis, on some reasonable basis. അപ്പോൾ നമ്മളുടെ സ്റ്റോറിൽ ഒരുപാട് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു ക്ലാസിഫൈ ദ മെറ്റീരിയൽ ഓൺ സം റീസണബിൾ ബേസിസ്. ഏതോ ബേസിസ്, എന്തെങ്കിലും ഒരു ബേസിസിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ പല പല ക്ലാസ്സസ് ആക്കി തിരിക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. Then after the classification, each class will have common features. അപ്പോൾ നമ്മൾ മെറ്റീരിയലിനെ പല ക്ലാസ്സസ് ആക്കി തിരിക്കുന്നു. ഓരോ ക്ലാസ്സിലുള്ള മെറ്റീരിയലിന് ഒരേ ഫീച്ചേഴ്സ് ആയിരിക്കും, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. Then ഈച്ച് ഗ്രൂപ്പ് മേ ഫർദർ ഡിവൈഡഡ് ഇൻ ടു സബ് ഗ്രൂപ്പ്സ്. ചിലപ്പോൾ കുറേ അധികം മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഓരോ മെറ്റീരിയലും വീണ്ടും സബ് ക്ലാസ്സസ് ആയിട്ട് വീണ്ടും തിരിക്കാം. ഇനി മാനുഫാക്ചറിങ് കൺസേൺ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ആസ്. ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അവിടെ നമ്മൾ മെറ്റീരിയലിനെ പല വിധത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, റിപ്പയർ മെറ്റീരിയൽ, ടൂൾസ്, പാർട്സ് മെറ്റീരിയൽ, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ഓഫീസ് മെറ്റീരിയൽ എക്സെട്ര. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് നടക്കുന്ന സ്ഥലത്ത് മെറ്റീരിയലിനെ നമുക്ക് പല ക്ലാസ്സസ് ആക്കി തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, റിപ്പയർ മെറ്റീരിയൽ, ടൂൾസ് എക്സെട്ര. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ മീൻസ് ക്ലാസിഫൈങ് ഓർ അറേഞ്ചിങ് ദ മെറ്റീരിയൽ on some reasonable basis. Each class will have same characteristics. Then next we have to understand codification. Classification is followed by codification. After the classification, codification takes place. Like classify ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ് ആണ് കോഡിഫിക്കേഷൻ. കോഡിഫിക്കേഷൻ is the process of allotting codes to different to the various item of material in store. നമ്മൾ ഓരോ ക്ലാസ്സസ് ആക്കി തിരിച്ചു ഓൾറെഡി മെറ്റീരിയലിന്. അതിന് കോഡുകൾ കൊടുക്കുന്ന പ്രോസസ്സാണ് ABC അല്ലെങ്കിൽ 1 2 3. അങ്ങനെ നമ്മൾ ഓരോ കോഡുകൾ കൊടുക്കുകയാണ് ഫോർ ഇറ്റ്സ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മെറ്റീരിയലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ക്ലാസിഫൈ ചെയ്ത മെറ്റീരിയലിനെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുമ്പോഴാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുക. കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അലോട്ടിങ് കോഡ്സ് ടു ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഇൻ ഓർഡർ ടു ഹാവ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. ദ കോഡ് ഈസ് എ സിമ്പിൾ. ഒന്നുകിൽ ഒരു സിമ്പിൾ ആയിരിക്കാം, ഒരു ചിഹ്നം മാർക്കിംഗ് ആയിരിക്കാം, ഓർ ആൽഫബറ്റ് ABCD പോലെയുള്ള ഇതായിരിക്കാം, ഓർ നമ്പേഴ്സ് 1 2 3 പോലെ കൊടുക്കാം. അലോട്ടഡ് ടു ദ മെറ്റീരിയൽ ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. മെറ്റീരിയലിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്ന നമ്പേഴ്സ്, ആൽഫബറ്റ്സ് ഒക്കെയാണ് ഈ കോഡ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോഡിഫിക്കേഷൻ ആണ്. നമ്മൾ കോഡിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ആൽഫബറ്റിക്കൽ മെത്തേഡ്. ആൽഫബറ്റിക്കൽ മെത്തേഡ് മീൻസ് ഗിവിങ് ആൽഫബറ്റ്സ് ടു ഫോർ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ. മെറ്റീരിയലിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആൽഫബറ്റ്സ് മാത്രം കൊടുക്കുക. സേ S is used for steel, R is used for steel rod, W is used for wood. അങ്ങനെ നമ്മൾ ഓരോ ആൽഫബറ്റ് കൊടുത്തിട്ട് കോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ആൽഫബറ്റിക്കൽ മെത്തേഡാണ്. ഇപ്പോൾ ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴോ മെറ്റീരിയലിന് നമ്മൾ നമ്പേഴ്സ് കൊടുക്കുക ഫോർ ഇറ്റ്സ് ഈസി ഐഡൻറ്റിഫൈ. ഇപ്പോൾ സേ 001 002 അങ്ങനെ നമ്മൾ കൊടുക്കുക. അതിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ദെൻ തേർഡ് വൺ ആൽഫ ന്യൂമറിക്കൽ മെത്തേഡ്. ചിലപ്പോൾ നമ്മൾ ഒരു കോഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ന്യൂമറിക്സും ഉപയോഗിക്കും ആൽഫബറ്റ്സും ഉപയോഗിക്കും. സേ CR1 AB2 അങ്ങനെ നമ്മൾ രണ്ടും, അതായത് ആൽഫബറ്റ്സ് ന്യൂമറിക്കൽസ് ഒരുപോലെ ഉപയോഗിക്കുമ്പോഴാണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയാം. The next topic is perpetual inventory system. Perpetual means നമ്മൾ സ്ഥിരമായിട്ട് ഇൻവെൻറ്ററി സിസ്റ്റം. ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ. ഇൻവെൻറ്ററി കൺട്രോൾ ഉണ്ട്. ഇൻവെൻറ്ററിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ടൂളാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് വൺ.
Perpetual inventory system refers to the maintenance of material records on a continuous basis. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെറ്റീരിയലിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയും. പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം റെഫേഴ്സ് ടു ദി മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ റെക്കോർഡ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. തുടർച്ചയായിട്ട് നമ്മൾ മെറ്റീരിയൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഈച്ച് റെസീറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ആർ റെക്കോർഡഡ് ആൻഡ് ന്യൂ ബാലൻസ് ഈസ് അസർട്ടൈൻ. ഏതൊരു റെസീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്ത് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ പ്രൊഡക്ഷനിലേക്ക് ഉപയോഗിക്കുന്നത് അതാണ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ റിസീവ് ചെയ്യാണ് സപ്ലയറുടെ കയ്യിൽ നിന്ന്, അത് റെസീറ്റ് ആണ്. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിലേക്ക് ഉപയോഗിക്കുന്നതാണ് ഇഷ്യൂ. ആൻഡ് ആൾ ഓർ ഓൾസോ റെക്കോർഡഡ് ഇൻ ദ പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം. എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, പുതിയൊരു ബാലൻസ്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ആ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യും. Then we can know the stock position at any time. Through this record we can ascertain the stock position at any time. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മെറ്റീരിയൽ റെക്കോർഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റമാണ് പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം. The next one, continuous stock taking. Perpetual inventory system is always followed by a system of stock taking called continuous stock taking. Perpetual inventory system നമ്മൾ പറഞ്ഞു മെയിൻ്റനൻസ് ഓഫ് അപ് ടു ഡേറ്റ് റെക്കോർഡ് ഓഫ് മെറ്റീരിയൽ അല്ലെ. കണ്ടിന്യൂസ് ബേസിസിൽ നമ്മൾ മെറ്റീരിയലിന്റെ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന മറ്റൊരു സിസ്റ്റമാണ് കണ്ടിന്യൂസ് stock taking. Without continuous stock taking, perpetual inventory system is of little use. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നില്ല എങ്കിൽ, സ്റ്റോക്ക് കൃത്യമായി കൗണ്ട് ചെയ്ത് എണ്ണി നോക്കി അത് വെരിഫൈ ചെയ്യുന്നില്ല എങ്കിൽ, അതാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഫിസിക്കലി നമ്മൾ മെറ്റീരിയലിനെ കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. അത് ചെയ്ത് മെറ്റീരിയൽസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെസീറ്റ്, ഇഷ്യൂ, മെറ്റീരിയൽ എന്നൊക്കെ നമ്മൾ അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാണ്. ഫിസിക്കലി കൗണ്ട് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നതാണ്, മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതാണ് പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം. അതിന് എന്താ പറയുക, ഫിസിക്കലായിട്ട് നമ്മൾ മെറ്റീരിയൽസ് കൗണ്ട് ചെയ്ത് നോക്കുക, എണ്ണി നോക്കുക, അതിനെയാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് നമ്മൾ പറയാം. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. വിത്തൗട്ട് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ദ പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം ഈസ് ഓഫ് ലിറ്റിൽ യൂസ്. Then what are the advantages of perpetual inventory system? It is a reliable check on the stores. It is a reliable check on the stores. കാരണം നമ്മൾ ഫിസിക്കലി വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മളിത് എഴുതുന്നത്. അപ്പോൾ സ്റ്റോഴ്സിന് മേലെ ഒരു കൃത്യമായിട്ടുള്ളൊരു ചെക്കിംഗ് ഉണ്ട്. ഫെസിലിറ്റേറ്റ് സ്റ്റോക്ക് ടേക്കിംഗ് വിത്തൗട്ട് സസ്പെൻഡിങ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ തടസ്സം വരാതെ തന്നെ നമുക്ക് സ്റ്റോക്ക് ടേക്കിംഗ് നടത്താം. കാരണം ഓരോ മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോഴും അത് പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഇത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ തടസ്സപ്പെടുത്താതെ തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ടേക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. It provides stock figures of all item of material. സ്റ്റോക്ക് ഫിഗേഴ്സ് നമ്മൾ എല്ലാ മെറ്റീരിയലിൻ്റെയും സ്റ്റോക്ക് ഫിഗേഴ്സ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഇൻറ്ററിം റിപ്പോർട്ട്. നമ്മൾക്ക് എവരി റെസീറ്റ്, ഇഷ്യൂ ആൻഡ് ന്യൂ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം വി ക്യാൻ പ്രിപ്പയർ ദ ഇൻറ്ററിം റിപ്പോർട്ട്സ്. നമുക്ക് ഇടക്കാല റിപ്പോർട്ടുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. കാരണം അപ് ടു ഡേറ്റ് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ലോസസ്. മെറ്റീരിയലിൽ എന്തെങ്കിലും ലോസസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ മെറ്റീരിയൽ, എവരി റെസീറ്റ്, ഇഷ്യൂ, അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. Then each item of material gets verified several times a year. ഒരു വർഷത്തിൽ നമ്മൾ ഓരോ മെറ്റീരിയൽ വരുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ഒരു വർഷത്തിൽ തന്നെ ഒരു മെറ്റീരിയൽ പലവട്ടം ചെക്ക് ചെയ്യുന്നു അല്ലേ. ഓരോ റെസീറ്റ് നടക്കുമ്പോൾ, ഓരോ ഇഷ്യൂ നടക്കുമ്പോഴും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് ഇൻഷുറൻസ് ക്ലെയിംസ് ഇൻ ദ ഇവന്റ് ഓഫ് ലോസ്. എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ കൺട്രോള്, റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ദെൻ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം. വാട്ട് ഈസ് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം? പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻവെന്ററി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാണ്.
പക്ഷെ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഇസ് ഡൺ വൺസ് ഇൻ എ പീരിയഡ്, യൂഷ്വലി അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. നമ്മൾ അക്കൗണ്ടിങ് ഇയറിൽ ഒരു വർഷമൊക്കെ നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുള്ളൂ. ഫിസിക്കലി സ്റ്റോക്കുകൾ വെരിഫൈ ചെയ്ത് അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതിനെയാണ് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം. അണ്ടർ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഇസ് ഡൺ വൺസ് ഇൻ എ പീരിയഡ്, യൂഷ്വലി അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ആ സമയത്ത് മാത്രമാണ് നമ്മൾ എന്താ പറയുക സ്റ്റോക്ക് ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നുള്ളൂ. ദ ഫാക്ടറി വിൽ ബി ക്ലോസ്ഡ് ഫോർ 2 or 3 days ഫോർ ദ സ്റ്റോക്ക് വെരിഫിക്കേഷൻ. ഇങ്ങനെ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്തായാലും വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. സോ നമ്മൾ 2-3 ദിവസം ഫാക്ടറി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്ലോസ് ചെയ്യേണ്ടി വരും. എന്നാലാണ് മെറ്റീരിയലിനെ ഫുൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെർഫെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തെ പോലെ അപ് ടു ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലോസ് ഡൗൺ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മൾ പീരിയോഡിക്കലി ചെയ്യുമ്പോൾ 2 or 3 days നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ്. പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ് എന്നാണ് നമ്മൾ പറയുക. കാരണം ആനുവലി ആണ് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുന്നത്. then it is less expensive. നമുക്ക് വളരെ കുറവ് ചിലവേ വരുന്നുള്ളൂ. കാരണം ഇത് വല്ലപ്പോഴാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ, വൺസ് ഇൻ എ ഇയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലെസ് എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു സ്മോൾ ഫേംസ്. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. അമ്മ